Okay, good morning all of you. അപ്പോൾ ഇന്ന് നമുക്ക് പാഠം 6 അന്ധന്മാർ കണ്ട ആന അല്ലേ, അതാണ് പഠിക്കേണ്ടത്. All of you take your textbook. Okay, page number 25. എടുത്തോ എല്ലാവരും? ഓക്കെ, അപ്പോ ആനേനെ കുറിച്ച് മിസ് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടിയില്ല അല്ലെ, നിങ്ങൾക്ക് അറിയാലോ ആനേന അല്ലേ, എല്ലാവർക്കും അറിയോ ആനേന? അപ്പോ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ഏത്? ആന അല്ലേ. ഓക്കെ, അപ്പോ നമ്മൾക്ക് ഇന്ന് പഠിക്കേണ്ട പാഠം ഏതാ? അന്ധന്മാർ കണ്ട ആന. അന്ധന്മാർ പറഞ്ഞ ആരാ? ആരാമന്ന അന്ധന്മാർ? കറക്റ്റ്, കണ്ണ് കാണാത്തവരാണ് അല്ലേ. അപ്പൊ അന്ധന്മാർ ആനേനെ കണ്ട എങ്ങനെ ഇരിക്കും? ഏകദേശം നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കും? കണ്ണ് കാണാത്തവരാണ് ആനേനെ നോക്കുന്നത്. എങ്ങനെ അറിയുക? അവര് ടച്ച് ചെയ്ത് നോക്കും അല്ലെ, തൊട്ട് നോക്കും ആനയുടെ. അപ്പൊ ആനയുടെ പല ഭാഗങ്ങളിലായിരിക്കും അവർ തൊടുന്നത്. ഒരാളിപ്പൊ വാലിലാണ് തൊടുന്നെങ്കിൽ അവർക്ക് എന്ത് തോന്നും ആനേനെ പറ്റി? അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും അല്ലെ. അന്ധന്മാര് അവര് തൊട്ട സ്ഥലമായിരിക്കും അവര് പറയുക അല്ലേ. അപ്പൊ നമുക്കിതൊന്ന് കഥയൊന്ന് വായിക്കാം, അതിനുശേഷം മിസ് പറയാം കേട്ടോ. അപ്പോ അന്ധന്മാർ കണ്ട ആന. എല്ലാവരും ശ്രദ്ധിക്കണേ. ആഹാ, എല്ലാവരും എത്തിയോ? നമുക്കിന്ന് അന്ധന്മാർ ആനയെ കാണാൻ പോയ കഥ പറയാം. എന്താ? ചുറ്റും കൂടിയിരുന്ന കുട്ടികളോട് മുത്തശ്ശൻ ചോദിച്ചു. ശരി, എല്ലാവരും സമ്മതിച്ചു. ഒരിടത്ത് 4 അന്ധന്മാരുണ്ടായിരുന്നു. അവർക്ക് ആനയെ കാണാൻ കൊതിയായി. അവരൊന്നിച്ച് ആനയെ കാണാൻ പുറപ്പെട്ടു. ആനയെ കണ്ട് തിരിച്ചു വരുന്ന വഴി അവർ ഒരിടത്ത് വിശ്രമിക്കാനിരുന്നു. അപ്പോൾ ഓരോരുത്തരും ആനയെ വർണ്ണിക്കാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ആന ചൂല് പോലെയുള്ള ജീവിയാണ് അല്ലേ. അത് കേട്ട് മറ്റുള്ളവർ പൊട്ടിച്ചിരിച്ചു. ആന തൂണുപോലെയാണ്. രണ്ടാമൻ തിരുത്തി. രണ്ടാളും മണ്ടത്തരമാണ് പറയുന്നത്. ആന ശരിക്കും മുറം പോലെയല്ലേ? മൂന്നാമൻ തർക്കിച്ചു. അത് കേട്ടപ്പോൾ നാലാമന്റെ ക്ഷമ നശിച്ചു. അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, വിഡ്ഢിത്തം പറയരുത്, ആന പാറ പോലെയാണ്. കഥ പറഞ്ഞു നിർത്തിയിട്ട് മുത്തശ്ശൻ അവർക്ക് മുന്നിൽ ഒരു ചോദ്യം എടുത്തിട്ടു. 4 അന്ധന്മാരാണ് ആനയെ കാണാൻ പോയത്. ഓരോരുത്തരും ഓരോ തരത്തിലാണ് ആനയെ കണ്ടത്. എന്തുകൊണ്ടാണ് 4 പേരും 4 തരത്തിൽ ആനയെ കുറിച്ച് പറഞ്ഞത്? കണ്ണ് കാണാത്തവരല്ലേ മുത്തച്ഛ ആനയെ കാണാൻ പോയത്? തൊട്ടു നോക്കിയാവണം അവർ ആനയെ അറിഞ്ഞത്. ആന ചൂല് പോലെയാണെന്ന് മനസ്സിലാക്കിയാൽ തൊട്ടത് വാലിലായിരിക്കണം, ഉണ്ണിമായ പറഞ്ഞു. അപ്പൊ ചെവി തൊട്ടയാൾക്ക് ആന മുറം പോലെയാണെന്ന് തോന്നി. ആനന്ദാണ് അത് പറഞ്ഞത്. കാല് തൊട്ടവൻ ആന തൂണാണെന്ന് പറഞ്ഞു. വയറു തൊട്ടവൻ പാറയാണെന്നും വിചാരിച്ചു കാണും അല്ലേ മുത്തശ്ശ? എല്ലാവരും കൂടി പറഞ്ഞു. കുട്ടികളുടെ മറുപടി കേട്ട് മുത്തശ്ശൻ പുഞ്ചിരി തോന്നി. അതാണ് നമ്മുടെ കഥ അല്ലെ, അന്ധന്മാർ കണ്ട ആന അല്ലെ. നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ എന്തെങ്കിലും അതിൽ നിന്ന്? അന്ധന്മാര് ആനയെ കണ്ട എങ്ങനെ ഇരിക്കും അല്ലെ. അപ്പൊ അവര് തൊട്ട ഭാഗങ്ങളാണ് അവർ ഓരോരാളും പറഞ്ഞത് അല്ലേ. അപ്പോ ഇങ്ങനെ ഒരു ശൈലി പറയാറുണ്ട് പൊതുവെ അല്ലെ. ആനയുമായി ബന്ധപ്പെട്ട മലയാളത്തിലൊരു ശൈലി പറയാനുണ്ട്. എന്ത്? അന്ധന്മാർ ആനയെ കണ്ടതുപോലെന്ന് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എല്ലാ ഭാഗങ്ങളും ഒരുപോലെ അറിയാൻ പറ്റില്ല. അവർ തൊട്ട ഭാഗങ്ങളായിരിക്കും പറയുക. അപ്പോ അതല്ലേ ഇതിന്റെ അർത്ഥം. അപ്പോ ഇതിൽ പറഞ്ഞ ഭാഗികമായി ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ കൈക്കൊണ്ടിട്ടാവണമെന്ന്. ആന എന്നത് ഇവിടെ ഒരു പ്രതീകം മാത്രമാണ്. വലിയ ജീവിയായ ആനയുടെ ഏതെങ്കിലും ഭാഗം മാത്രം കണ്ട് അതാണ് ആനയെന്ന് തെറ്റിദ്ധരിക്കുന്നതിനെയാണ് പ്രത്യക്ഷത്തിൽ എന്ത് ശൈലി വെളിപ്പെടുത്തുന്നത്. ആനയുടെ സ്ഥാനത്ത് നമുക്ക് ജീവിത അനുഭവങ്ങളെ സങ്കല്പിക്കാം അല്ലെ. അങ്ങനെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ഒട്ടേറെ വ്യാഖ്യാന സാധ്യതകളുടെ ശൈലിയാണിത്. ഇതിൽ നിന്ന് കടം കൊണ്ടതാണ് അന്ധന്മാർ കണ്ട ആന എന്ന ശീർഷകം അല്ലേ.
അപ്പൊ എന്തൊക്കെയാണ് കഥയിൽ പറഞ്ഞത്? വാലിൽ തൊട്ടയാൾക്ക് എന്ത് തോന്നി? ആന ചൂല് പോലെയാണെന്ന് തോന്നി. ചെവിയിൽ തൊട്ടയാൾക്ക് എന്ത് തോന്നി? ആന മുറം പോലെയാണെന്നും. കാലിൽ തൊട്ടവന് എന്ത് തോന്നി? ആന തൂണ് പോലെയാണെന്ന് തോന്നി അല്ലേ? വയറ് തൊട്ടവൻ ആന പാറ പോലെയാണെന്നും പറയുന്നു. അങ്ങനെയാണ് ഇതിൽ പറയുന്നത് കഥയിൽ അല്ലേ? അപ്പൊ ഒന്നുകൂടി അത് മിസ് വായിക്കാം. ആഹാ, എല്ലാവരും എത്തിയോ? നമുക്കിന്ന് അന്ധന്മാർ ആനയെ കാണാൻ പോയ കഥ പറയാം. എന്താ? ചുറ്റും കൂടിയിരുന്ന കുട്ടികളോട് ആര് ചോദിച്ചു? മുത്തച്ഛൻ ചോദിച്ചു അല്ലെ? സാധാരണ മുത്തശ്ശിയാണ് കഥ പറഞ്ഞു തരാറ് അല്ലെ? നമ്മുടെ സങ്കല്പത്തില് പഴയ കാലങ്ങളിലൊക്കെ മുത്തശ്ശി കഥ പറയുന്ന കാര്യം പറയുന്നു. ഇവിടെ എന്താ പറഞ്ഞേ? മുത്തച്ഛനാണ് കഥ പറയുന്നത് അല്ലെ? ശരി ശരി, എല്ലാവരും സമ്മതിച്ചു. ഒരിടത്ത് 4 അന്ധന്മാരുണ്ടായിരുന്നു. അവർക്ക് ആനയെ കാണാൻ കൊതിയായി അല്ലെ? അങ്ങനെ അവര് ആനയെ കാണാൻ അവരൊന്നിച്ച് ആനയെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. ആനയെ കണ്ട് തിരിച്ചു വരുന്ന വഴി അവർ ഒരിടത്ത് വിശ്രമിക്കാനിരുന്നു. അപ്പോൾ ഓരോരുത്തരും ആനയെ വർണ്ണിക്കാൻ തുടങ്ങി അല്ലെ? ഒന്നാമൻ എന്താ പറഞ്ഞ? ആദ്യത്തെ ആൾ എന്തു പറഞ്ഞു? ആന ചൂല് പോലെയുള്ള ജീവിയാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? ആദ്യത്തെ ഒന്നാമൻ എവിടെയാ തൊട്ടത്? ആനയുടെ വാലിലാണ് തൊട്ടത് അല്ലെ? അതുകൊണ്ട് എന്ത് തോന്നി? ചൂല് പോലെയാണ് ആന എന്ന് അദ്ദേഹത്തിന് തോന്നി. ഒന്നാമനെ അങ്ങനെ തോന്നി അല്ലെ? രണ്ടാമൻ എന്താ പറഞ്ഞത്? ആന തൂണ് പോലെയാണെന്ന് രണ്ടാമൻ തിരുത്തി. അപ്പൊ രണ്ടാമൻ എവിടെയാ തൊട്ടത്? ആനയുടെ എവിടെയാ തൊട്ടത്? ആനന്ദരേസ, തൂണ് പോലെയാണ് ആന എന്ന് തോന്നാൻ എവിടെയാ തൊട്ടിയേ? ഓക്കെ, കാലിലാണ് തൊട്ടത് അല്ലേ? അതുകൊണ്ട് എന്ത് തോന്നി? രണ്ടാമൻ അപ്പോൾ തിരുത്തി. ചൂല് പോലെയൊന്നല്ല, ആന ഏതുപോലെയാ? തൂണ് പോലെയാണെന്ന് രണ്ടാമൻ പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ രണ്ടാളും മണ്ടത്തരമാണ് പറയുന്നത്. അപ്പൊ മൂന്നാമൻ അതിൽ കയറി ഇടപെട്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ രണ്ടാളും പറയുന്നത് മണ്ടത്തരാണ്. ആന ശരിക്കും മുറം പോലെയല്ലേ എന്നാണ് മൂന്നാമത്തെ ആള് പറഞ്ഞത്. എന്താ? ആന മുറം പോലെയാണെന്നാണ്. അപ്പൊ മൂന്നാമൻ എന്ത് ചെയ്തു? തർക്കിച്ചു. നിങ്ങൾ പറയുന്ന രണ്ടുപേരും പറയുന്നത് മണ്ടത്തരാണ്, നിങ്ങൾക്ക് അങ്ങനെയൊന്നല്ല, എനിക്ക് തോന്നിയത് എന്താണ്? മുറം പോലെയല്ലേന്ന്. അപ്പൊ അദ്ദേഹം മൂന്നാമത്തെ ആളെ എവിടെയായിരുന്നു തൊട്ട് നോക്കിയത്? ഓക്കെ, ചെവിയിലാണ്. അത് കേട്ടപ്പോൾ നാലാമത്തെ ആൾക്ക് എന്ത് തോന്നി? ദേഷ്യം വരാൻ തുടങ്ങി. ക്ഷമ നശിച്ചു. അപ്പൊ അയാൾ എന്ത് പറഞ്ഞു? അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്ത്? വിഡ്ഢിത്തം പറയരുത്, ആന പാറ പോലെയാണ്. അപ്പോ നാലാമത്തെ ആൾ എവിടെയാ തൊട്ടത്? അതിന്റെ വലിയ വയറിലാണ് തൊട്ടത് അല്ലേ? അപ്പൊ എന്ത് തോന്നി? പാറ പോലെ, വിസ്താരമേറി കിടക്കുന്ന പാറ പോലെയാണെന്ന് തോന്നി. കഥ പറഞ്ഞു നിർത്തിയിട്ട് മുത്തച്ഛൻ അവർക്ക് മുന്നിൽ ഒരു ചോദ്യം എടുത്തിട്ടു. 4 അന്ധന്മാരാണ് ആനയെ കാണാൻ പോയത്. ഓരോരുത്തരും ഓരോ തരത്തിലാണ് ആനയെ കണ്ടത്. എന്തുകൊണ്ടാണ് 4 പേരും 4 തരത്തിൽ ആനയെ കുറിച്ച് പറഞ്ഞത് അല്ലെ? കഥ നിർത്തിയിട്ട് എന്ത് ചോദിച്ചു? മുത്തച്ഛൻ ചോദിച്ചു. കഥ കേൾക്കുന്ന കുട്ടികളോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? 4 അന്ധന്മാരാണ് ആനയെ കാണാൻ പോയത് അല്ലെ? ഓരോരുത്തരും ഓരോ തരത്തിലാണ് ആനയെ കണ്ടത്. എന്തുകൊണ്ടാണ് 4 പേര് 4 തരത്തിൽ ആനയെ കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടികൾ അത് ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി മുത്തച്ഛൻ ചോദിച്ചു. അപ്പൊ മുത്തച്ഛൻ ചോദിച്ച വിവരം, കണ്ണ് കാണാത്തവരല്ലേ മുത്തച്ഛ ആനയെ കാണാൻ പോയത് അല്ലെ? അന്ധന്മാരല്ലേ ആനയെ കാണാൻ പോയത്? അപ്പൊ അവർക്ക് എന്ത് തോന്നി? ഓരോരാളും തൊട്ട ഭാഗങ്ങളാണ് അവര് പറഞ്ഞത് അല്ലെ? അപ്പൊ തൊട്ടു നോക്കിയാവണം അവർ ആനയെ അറിഞ്ഞത്. ആന ചൂല് പോലെയാണെന്ന് മനസ്സിലാക്കിയാൽ തൊട്ടത് വാലിലായിരിക്കണം എന്ന് ഉണ്ണിമായ പറഞ്ഞു അല്ലെ? ഉണ്ണിമായ അത് ശ്രദ്ധിച്ചു കേട്ട് അന്നേരം പറഞ്ഞു. എന്ത് പറഞ്ഞു? അന്ധന്മാരല്ലേ മുത്തശ്ശ ആനയെ കാണാൻ പോയത്? അപ്പൊ അവരെന്ത് ചെയ്തു? തൊട്ടു നോക്കിയിട്ടാവണം ആനയെ പറ്റി പറഞ്ഞത് അല്ലെ? അപ്പൊ ആദ്യത്തെ ആൾ എവിടെയായിരിക്കും തൊട്ടത് എന്നാ പറഞ്ഞേ? വാലിലായിരിക്കും തൊട്ടത്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ചൂല് പോലെയാണെന്ന് പറഞ്ഞത് എന്ന് ഉണ്ണിമായ പറഞ്ഞു അല്ലെ? അപ്പൊ ചെവി തൊട്ടയാൾക്ക് എന്ത് തോന്നി? ആന മുറം പോലെയാണെന്ന് തോന്നി അല്ലേ? ഓക്കെ, ചെവി മുറം പോലെയല്ലേ ആനയുടെ ചെവി? അപ്പൊ എന്ത് തോന്നി? മുറം പോലെയാണെന്ന് തോന്നി അല്ലേ? നെക്സ്റ്റ് എന്താ? അതാരാ പറഞ്ഞത് മുറം പോലെയാണെന്ന്? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ മക്കളെ? ആനന്ദ് അല്ലേ? ഓക്കെ, ആനന്ദാണ് അത് പറഞ്ഞത്. എന്ത്? ചെവി തൊട്ടയാൾക്ക് ആന മുറം പോലെയാണെന്ന് തോന്നിയെന്ന് അല്ലെ? ആനന്ദാണ് അത് പറഞ്ഞത്. കാല് തൊട്ടവനെയാണ് എന്ത് തോന്നിയത്? ആന
തൂണ് പോലെയാണെന്ന് തോന്നിയത് എന്താ? ആർക്കാ? കാല് കാല് തൊട്ടയാക്കല്ലേ? ഓക്കെ. വയറ് തൊട്ടവന് എന്ത് തോന്നി? ആന പാറ പോലെയാണെന്ന് തോന്നി. അപ്പോ അന്ധന്മാര് ഓരോ സ്ഥലത്ത് തൊട്ട സമയത്ത് അനുസരിച്ചാണ് അവർ ഓരോരാൾക്കും ആന ഏത് രീതിയിലാണെന്ന് തോന്നിയത് അല്ലേ? അപ്പോ എല്ലാവരും കൂടി പറഞ്ഞു. കുട്ടികളുടെ മറുപടി കേട്ട് മുത്തച്ഛൻ പുഞ്ചിരി തൂകി അല്ലേ? കുട്ടികളപ്പോ എല്ലാം മനസ്സിലാക്കി. അപ്പോ ആനയെ അന്ധന്മാര് എങ്ങനെയാ കണ്ടത് എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോ വാലിൽ തൊട്ടയാൾക്ക് എന്ത് തോന്നി? ആന ചൂല് പോലെയാണെന്ന് തോന്നി. ചെവിയിൽ തൊട്ടയാൾക്ക് എന്ത് തോന്നി? ആന മുറം പോലെയാണെന്ന് തോന്നി. പിന്നെയോ കാലിൽ തൊട്ടവൻ ആന തൂണ് പോലെയാണെന്നും വയറ് തൊട്ടവൻ ആന പാറ പോലെയാണെന്നും പറയുന്നു അല്ലേ? ഓക്കെ. അപ്പോ അതാണ് അന്ധന്മാര് ആനയെ കണ്ട എങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അന്ധന്മാർക്ക് കണ്ണു കാണാൻ പറ്റാത്തവരാണല്ലേ അന്ധന്മാര്. അപ്പൊ അവര് ആന എന്ത് ചെയ്തു? തൊട്ടിട്ടാണ് കാര്യങ്ങള് മനസ്സിലാക്കിയത്. അപ്പൊ ഓരോ ആള് തൊട്ട ഭാഗങ്ങളാണ് അവര് പറഞ്ഞതല്ലേ? ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ഏത്? ആന. ആനയുമായി ബന്ധപ്പെട്ട മലയാളത്തിലുണ്ടായ പ്രസിദ്ധമായ ശൈലിയാണ് എന്ത്? അന്ധന്മാർ ആനയെ കണ്ടതുപോലെ എന്നത് അല്ലേ? എന്തേ ഷക്സാദേ? അപ്പോ സമഗ്രമായ ജീവിതാനുഭവങ്ങളുടെ പ്രാധാന്യമാണ് ഈ ശൈലി ഊന്നി പറയുന്നത്. ഭാഗികമായ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ കൈക്കൊണ്ടാൽ അവ തെറ്റിപ്പോകാനുണ്ട്. ആന എന്നത് ഇവിടെ ഒരു പ്രതീകം മാത്രമാണ് അല്ലേ? വലിയ ജീവിയായ ആനയുടെ ഏതെങ്കിലും ഭാഗം മാത്രം കണ്ട് അതാണ് ആനയെന്ന് തെറ്റിദ്ധരിക്കുന്നതിനാണ് പ്രത്യക്ഷത്തിൽ എന്ത് പറയുന്നത്? ശൈലി. പ്രത്യക്ഷത്തിൽ എന്ത് ശൈലി വെളിപ്പെടുത്തുന്നത് അല്ലെ? ഒരു ഭാഗം മാത്രം തൊട്ടു നോക്കി അതാണ് ആനയെന്ന് നമ്മൾ എന്ത് ചെയ്യും? തെറ്റിദ്ധരിക്കപ്പെടും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ശൈലി. അപ്പോ അന്ധന്മാർ ആനയെ കണ്ടതുപോലെ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെയാണ് പല കാര്യങ്ങളും നമ്മള് ഒരു ഭാഗം മാത്രം കേട്ടിട്ട് എന്ത് ചെയ്യും? അതിനെപ്പറ്റി നമ്മള് വാദോരാതെ സംസാരിക്കും അല്ലേ? ആ കാര്യത്തിനെ കുറിച്ച് നല്ല അവഗാഹമായ ഒരു പാണ്ഡിത്യം ഉണ്ടായാലേ നമുക്ക് അതിനെപ്പറ്റി ശരിക്കും ഒരു നല്ല രീതിയിൽ പറയാൻ പറ്റൂ അല്ലേ? അങ്ങനെയാണ് നമ്മളിപ്പോ എന്തിനെ കുറിച്ച് സംസാരിക്കും, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിവുണ്ടായിരിക്കണം അല്ലെ? നല്ല പാണ്ഡിത്യം ഉണ്ടായിരിക്കണം. പക്ഷെ അന്ധന്മാർ ആനയെ കണ്ട എന്ത് ചെയ്യും? അവരെല്ലാ കാര്യത്തിലൊന്നുമില്ല, അവര് ഏത് ഭാഗമാണോ ശ്രദ്ധിച്ചത് അപ്പൊ അതിനനുസരിച്ചാണ് അവര് സംസാരിച്ചത് അല്ലെ? അതുകൊണ്ടാണ് അന്ധന്മാർ ആനയെ കണ്ടതുപോലെ എന്നൊരു ശൈലിയാണെന്ന് പറയുന്നത് അല്ലെ? അപ്പോ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒറ്റ ഒരു ഭാഗം മാത്രം കേട്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ നമ്മൾ സംസാരിക്കും അല്ലെ? അപ്പൊ അതില് ശരിയാവണമെന്നില്ല. കാരണം എന്താ? അന്ധന്മാർ ആനയെ കണ്ടതുപോലെ എന്ന് പറയാം. കാരണം നമ്മൾ ഏത് കാര്യത്തിനെ കുറിച്ച് സംസാരിക്കും നമുക്ക് അതിൽ നല്ല പാണ്ഡിത്യം ഉണ്ടായിരിക്കണം അല്ലെ? അങ്ങനെയാണെങ്കിലേ നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്കത് ശരിയായ രീതിയിൽ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അന്ധന്മാർ ആനയെ കണ്ടതുപോലെ എന്ന ശൈലി ഉപയോഗിക്കേണ്ടി വരും. കാരണം എന്താ? നമുക്കതിനെ കുറിച്ച് വലിയ പാണ്ഡിത്യം ഇല്ലാതെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗത്ത് നിന്ന് മാത്രമേ നമ്മൾ അതിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുണ്ടാവൂ അല്ലെ? അതാണ് ഇവിടെ സംഭവിച്ചത്. എന്ത്? അന്ധന്മാര് ഓരോ ഭാഗം ടച്ച് ചെയ്ത് ആ ഭാഗങ്ങളെ മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അതിൽ നല്ല പാണ്ഡിത്യം ഉണ്ടായിരിക്കണം അല്ലെ? അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി നല്ല രീതിയിൽ സംസാരിക്കുന്നത് ശരിയാണെന്ന് ഉറപ്പ് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ എന്താവും? അന്ധന്മാർ ആനയെ കണ്ടതുപോലെ എന്ന് പറയേണ്ടി വരും അല്ലെ? ആ ശൈലി, അതാണ് ശൈലി എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ ചില കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ശൈലി ഉപയോഗിക്കും അല്ലെ ജീവിതത്തിൽ. അതെന്താ? ഇപ്പൊ ഈ അന്ധന്മാർ ആനയെ കണ്ടതുപോലെ എന്ന് പറഞ്ഞാല് അന്ധന്മാര് ശരിക്കുള്ള ഒരറിവില്ലാതെയാണ്, അവർ ശരിക്കും കാണുന്നില്ല അല്ലെ? അവരെ ടച്ച് ചെയ്ത് അറിഞ്ഞ ആ ഒരു കാര്യങ്ങളാണ് പറയാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്തു? പല രീതിയിലാണ് അന്ധന്മാര് പറഞ്ഞത് അല്ലെ? ഒരു ഭാഗം തൊട്ടാൾ അത് അങ്ങനെയാണെന്ന് പറഞ്ഞു, മറ്റേ ഭാഗം തൊട്ടാൾ എന്ത് പറഞ്ഞു? അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ എന്താ? അതിനെ കുറിച്ച് നല്ലൊരു അറിവ് അവർക്ക് കിട്ടിയില്ല അല്ലെ? അപ്പൊ അതാണ് സമഗ്രമായ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ കൈക്കൊണ്ടതാൽ തെറ്റിപ്പോകാനിടയുണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പോ
നമ്മൾ ഇന്ന് പഠിച്ചത് അന്ധന്മാർ കണ്ട ആന അല്ലെ. നിങ്ങൾ കുറെ കൂടുതലൊന്നും പഠിക്കാൻ, കുഞ്ഞു മക്കളല്ലേ. അപ്പൊ എന്താ ഈ ഒരു കഥ പഠിച്ചു അല്ലെ. എന്താണ് അന്ധന്മാർ കണ്ട ആന. ആഹാ, മിസ് ഒന്നുകൂടി വായിക്കുന്നത് ശ്രദ്ധിക്കണേ. വായിക്കുന്നത് പിന്നെ ചിഹ്നങ്ങളെ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആദ്യത്തെ അക്ഷരം കാ വെച്ച് മിസ് ഒരു ദിവസം മിസ്സിന് കുറച്ച് പേര് ഇട്ട് തന്നു. അതിന് ശേഷം കണ്ടില്ല കേട്ടോ. അപ്പൊ കാ കഴിഞ്ഞു കഴിഞ്ഞാല് ഏതാണ് അടുത്ത ഏതെങ്കിലും അക്ഷരം നിങ്ങൾ ചായോ ടായോ തായോ വെച്ച് നിങ്ങൾ എല്ലാ അക്ഷരവും വെച്ച് ചിഹ്നങ്ങൾ എഴുതി വിടണം എന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ കൂടുതൽ എന്താവും, എളുപ്പാവും. അപ്പൊ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ഒന്നും പഠിക്കാതെ ചിഹ്നങ്ങൾ വെച്ച് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യണം, നല്ല മക്കളായിട്ട് എല്ലാ അക്ഷരങ്ങളും ചിഹ്നങ്ങൾ വെച്ച് എഴുതണം അല്ലെ. ഇപ്പൊ തായാണെങ്കിൽ താ താ, തീ തീ, തൂ തൂ, തിറ് തേ തേ, തൈ തോ തോ, തൗ തം ത. അങ്ങനെ നമ്മൾ എഴുതിയിട്ട് എല്ലാ അക്ഷരങ്ങളും വെച്ച് അതുപോലെ എഴുതി പഠിക്കണം. അപ്പൊ എന്താവും, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാവും, വായിക്കാൻ എളുപ്പമാവും. അതുപോലെ നിങ്ങളെ പത്രങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യണം, വലിയ വലിയ ഹെഡിങ്ങൊക്കെ കാണുമ്പോൾ അത് വായിക്കണം അല്ലെ. ചേർത്ത് വായിക്കണം, തെറ്റിക്കോട്ടെ. അങ്ങനെ പല തവണ വായിക്കുമ്പോൾ എന്ത് ചെയ്യും, നല്ല പോലെ പഠിക്കും അല്ലെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ അന്ധന്മാർ കണ്ട ആന അങ്ങനെ വായിച്ചു നോക്കിയേ. അപ്പൊ ചിഹ്നങ്ങള് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില്ലക്ഷരങ്ങൾ പഠിക്കാറുണ്ട്. ചില്ലക്ഷരങ്ങൾ എത്ര പേർക്ക് അറിയാം? നമ്മുടെ മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാ? ഓക്കെ, കൈപൊക്കിച്ചേ. അറിയുന്നവർ ഒന്ന് കൈപൊക്കിയേ. ചില്ലക്ഷരങ്ങൾ ഏതൊക്കെ? ഓക്കെ, ഒന്ന് ആർക്കൊക്കെ അറിയാം? നാഫിക്ക് അറിയാം, അമ്മനെ അറിയാം, നെക്സ്റ്റ് ആൻഡരേസ സാബുൻ അറിയാം, നെക്സ്റ്റ് ആഫ്ലൂൻ അറിയാം, ബിന്യക്ക് അറിയില്ലേ മോളെ? ബിന്യ, കുര്യൻ ജോസഫ്, അജിത് ജോസഫ്, മാളവിക സുരേഷ്, എറിക്ക്, നെക്സ്റ്റ് ജുവൽ മരിയ ഇവിടെ ഇട്ടിട്ട് കാണുന്നുണ്ട് കൈ. അനകക്കറിയാം, ഇഫ്ര അറിയാം. ഓക്കെ, ബാക്കിയുള്ളവർക്ക് എന്തേ അറിയില്ലേ മക്കളെ? ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാണ് ചില്ലക്ഷരങ്ങള്? ഏതൊക്കെയാ നാഫി? ഒന്ന് പറഞ്ഞു കൊടുത്തേ ഇവർക്ക്. ഓക്കെ, അപ്പൊ ഏതൊക്കെ? 5 എണ്ണം അല്ലെ. ഇതാണ് ഏത്? ചില്ലക്ഷരങ്ങള് അല്ലെ. അപ്പൊ ഇവിടെ നമുക്കൊരു ചില്ലക്ഷരം വന്നിട്ടുണ്ട്. ഏതാ അക്ഷരം വന്നത്? അന്ധന്മാർ കണ്ട ആന എന്നുള്ളതിൽ ഏത് ചില്ലക്ഷര വന്നത്? ഏതാ വന്നത് മാളവിക? അന്ധന്മാർ എഴുതുമ്പോ ഏത് ചില്ലക്ഷരം ഉണ്ടോ? ഓക്കെ, എന്ന ചില്ലക്ഷരം ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മള് ചിഹ്നങ്ങള് പഠിച്ചു. നെക്സ്റ്റ് ഏതാ? ചില്ലക്ഷരങ്ങളുണ്ട്. അല്ലെ. അപ്പൊ എന്ന ചില്ലക്ഷരം ഇവിടെ അന്ധന്മാർ എഴുതുമ്പോ വന്നിട്ടുണ്ട്. എഴുതുമ്പോ റാ എഴുതി മുകളിലോട്ട് കെട്ടണം അല്ലെ. റാ എന്ന അക്ഷരം എഴുതി മുകളിലോട്ട് കെട്ടി എന്തായി? ആയി. നെക്സ്റ്റ് ഇൻ, നാ എഴുതി മുകളിലോട്ട്. അപ്പൊ ഇൻ. നെക്സ്റ്റ് ഇല്ല എഴുതുമ്പോ എങ്ങനെ എഴുതണം ഇഫ്ര? ഓക്കെ, കറക്റ്റ്. താ എഴുതി മുകളിലോട്ടാക്കണം അല്ലെ. അപ്പൊ ഇല്ലായി. നെക്സ്റ്റ് ഓക്കെ, നെക്സ്റ്റ് ഏതാ? എഴുതുമ്പോ എങ്ങനെ എഴുതണം? ഷാ എഴുതുമ്പോ മുകളിലോട്ടാക്കണം അല്ലെ. ഓക്കെ, നെക്സ്റ്റ് നാ എഴുതി മുകളിലോട്ട് ഇടണം. അപ്പൊ ഈ 5 ചില്ലക്ഷരങ്ങളും എന്ത് ചെയ്യണം? നിങ്ങള് ചിഹ്നങ്ങൾ എഴുതി കഴിഞ്ഞ് ഓരോ പേജിലും മിസ് പറഞ്ഞിട്ടുണ്ട്. ഓരോ അക്ഷരങ്ങള് നമ്മുടെ 2 ലൈനിലോ നിങ്ങളുടെ കോപ്പി ബുക്കില് നമുക്ക് ഓൾറെഡി അതാ വരുന്നു തോന്നുന്നു അല്ലെ, ചിഹ്നങ്ങള് അല്ലെ. കുറെ കുട്ടികൾ അത് എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കോപ്പി ബുക്കിൽ എന്താ വരുന്നത്? കർസീവ് ബുക്കില്. മിസ്സിന്റെ കയ്യിൽ കർസീവ് ബുക്ക് ഇല്ല.
അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഏതാ കർസീവ് ബുക്കിൽ എഴുതി വരുന്നേ? നാഫി, അഫ്ലു, ആരെങ്കിലും പറഞ്ഞേ? ഇഫ്ര, കാണിച്ചു തരണമെന്നില്ല, മിസ്സിനോട് പറഞ്ഞാൽ മതി. ഇപ്പൊ ചിഹ്നങ്ങളാണോ നിങ്ങൾ എഴുതുന്നത്? കാ കാ കീ കീ എന്നില്ല, അതാണോ എഴുതുന്നത്? അമന്ന ഇപ്പൊ കഴിഞ്ഞോ? ചിഹ്നങ്ങൾ എഴുതി കഴിഞ്ഞോ നിങ്ങൾ അതില് കർസീവ് ബുക്കില്? ജസ്റ്റ് ഒരു കർസീവ് ബുക്ക് തന്നെ കാണിച്ചു. ഓക്കെ, ഇപ്പൊ കൗതുകം എന്നാണ് അല്ലെ? ഓക്ക് പ്ലസ് ഔ കൗ. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം, നമ്മൾ പഠിച്ച സംഭവല്ലേ, ചിഹ്നങ്ങളല്ലേ ഇത്? പ്ലസ് ഓ ആണ് എന്ത്? കോ അല്ലേ? നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ചില്ലേ മക്കളെ? അപ്പോ കോ എന്ന അക്ഷരം, അതുപോലെ പ്ലസ് ഔ കൗ, കൗതുകം എഴുതുമ്പോഴത് കൗ അല്ലെ? ഔ എന്ന ചിഹ്നം ചേർക്കുന്നതാണ് അത്. അപ്പൊ ചിഹ്നങ്ങൾ തന്നെ ഞങ്ങൾ ഇപ്പൊ പഠിക്കുന്ന അല്ലേ? ഇത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതില് നെക്സ്റ്റ് വരുന്ന ഏതാ മോളെ? മുഹമ്മദ് അഫ്ലു, അഫ്ലു നെക്സ്റ്റില് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാ വരുന്നേ? അങ്ങനെ ഓരോ അക്ഷരം വെച്ചും ഉണ്ടല്ലേ? ഓ, ചിഹ്നങ്ങൾ നല്ല ഭംഗിയായി നിങ്ങൾക്ക് കർസീവ് ബുക്കിലുണ്ട്. ഓക്കെ, ഇതല്ലേ ഇച്ച വരുന്നത്, എങ്ങനെ പൂച്ച, ഓക്കെ അതെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ എഴുതിക്കോ, കർസീവ് ബുക്ക് നിങ്ങൾ ഓൺ ടൈമിൽ എഴുതിക്കോ, അതിൽ വരുന്ന ഓരോന്ന് പേജും എഴുതിക്കോ. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ 2 ലൈൻ ബുക്കില്ലേ, നമ്മുടെ മലയാളത്തിന്റെ ബുക്ക്, ആ ബുക്കിൽ എന്ത് എഴുതണം? നിങ്ങൾ ചിഹ്നങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ചില്ലക്ഷരങ്ങൾ എഴുതണം. ഏത്? ഈർ. ആദ്യം വേണമെങ്കിൽ ഇറ് മാത്രം എഴുതുക, അല്ലെങ്കിൽ 5 എണ്ണം നിങ്ങൾ എഴുതുന്നതിന് കുഴപ്പമില്ല. വരച്ചിട്ട് നല്ല നീറ്റിൽ ചിഹ്നാക്ഷരം ഒരു പേജ് മുഴുവൻ എഴുതുക. അത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ ഒരു ഒറ്റൊരു ലൈനിൽ എല്ലാം എഴുതിയിട്ട് നിങ്ങൾ എളുപ്പം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒറ്റൊരു പേജ് എഴുതിയാൽ മതി. അല്ല, ഒന്നുകൂടി കുറച്ചധികം എഴുതണം തോന്നുന്നവർ അങ്ങനെ എഴുതുക. ഓക്കെ, അപ്പൊ ചില്ലക്ഷരങ്ങൾ ഇർ, ഇൻ, ഇൾ, ഇൻ, അത് 5 എണ്ണവും നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം 2 ലൈൻ ബുക്കിൽ. നല്ല രീതിയിൽ 2 ഭാഗത്തും ടച്ച് ചെയ്യുന്ന വിധത്തിൽ എഴുതി പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അന്ധന്മാർ കണ്ട ആന എന്നുള്ളതിലുള്ള ചില്ലക്ഷരം ഇറാണ് അല്ലേ? അപ്പൊ നിങ്ങൾ അത് എഴുതി പഠിക്കണേ കേട്ടോ മക്കളെ, ചില്ലക്ഷരങ്ങൾ. അപ്പൊ നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ചു, ചില്ലക്ഷരങ്ങൾ പഠിച്ചു, സ്വരാക്ഷരങ്ങൾ നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നു, വ്യഞ്ജനാക്ഷരങ്ങൾ അറിയാം. അപ്പൊ ചിഹ്നങ്ങളും പഠിച്ച് ചില്ലക്ഷരങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് കീ, അങ്ങനെ ഓരോ അക്ഷരങ്ങളും അതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികൾക്ക് മലയാളത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അധികമൊന്നും എഴുതാനില്ലല്ലോ. അപ്പൊ ഒന്നുകൂടി ഇത് മിസ് വായിക്കുന്നേ, അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എല്ലാ കുട്ടികളെ കൊണ്ട് ഇത് വായിപ്പിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം മക്കൾ? നല്ലപോലെ വായിക്കണം. ഇന്നൊരു 3 പ്രാവശ്യമെങ്കിലും നമ്മുടെ ഈ പാഠം വായിക്കണം. ഓക്കെ, എല്ലാവരും ചെയ്യില്ലേ? 3 പ്രാവശ്യം വായിച്ച് സൈൻ ചെയ്യിപ്പിക്കണം അമ്മമാർക്കൊണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ഒന്നുകൂടി ഇത് മിസ് വായിക്കാൻ ശ്രദ്ധിക്കണേ എല്ലാ മക്കളും. ആഹാ, എല്ലാവരും എത്തിയോ? നമുക്കിന്ന് അന്ധന്മാർ ആനയെ കാണാൻ പോയ കഥ പറയാം. എന്താ? ചുറ്റും കൂടിയിരുന്ന കുട്ടികളോട് മുത്തശ്ശൻ ചോദിച്ചു. ശരി ശരി, എല്ലാവരും സമ്മതിച്ചു. ഒരിടത്ത് 4 അന്ധന്മാരുണ്ടായിരുന്നു. അവർക്ക് ആനയെ കാണാൻ കൊതിയായി. അവരൊന്നിച്ച് ആനയെ കാണാൻ പുറപ്പെട്ടു. ആനയെ കണ്ട് തിരിച്ചു വരുന്ന വഴി ഒരിടത്ത് വിശ്രമിക്കാനിരുന്നു. അപ്പോൾ ഓരോരുത്തരും ആനയെ വർണ്ണിക്കാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ആന ചൂല് പോലെയുള്ള ജീവിയാണ്. അത് കേട്ട് മറ്റുള്ളവർ പൊട്ടിച്ചിരിച്ചു. ആന തൂണ് പോലെയാണ്. രണ്ടാമൻ തിരുത്തി, രണ്ടാളും മണ്ടത്തരമാണ് പറയുന്നത്. ആന ശരിക്കും മുറം പോലെയല്ലേ? മൂന്നാമൻ തർക്കിച്ചു. അത് കേട്ടപ്പോൾ 4-മന്റെ ക്ഷമ നശിച്ചു. അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, വിഡ്ഢിത്തം പറയരുത്, ആന പാറ പോലെയാണ്. കഥ പറഞ്ഞു നിർത്തിയിട്ട് മുത്തച്ഛൻ അവർക്ക് മുന്നിൽ ഒരു ചോദ്യം എടുത്തിട്ടു. 4 അന്ധന്മാരാണ് ആനയെ കാണാൻ പോയത്. ഓരോരുത്തരും ഓരോ തരത്തിലാണ് ആനയെ കണ്ടത്. എന്തുകൊണ്ടാണ് 4 പേരും 4 തരത്തിൽ ആനയെ കുറിച്ച് പറഞ്ഞത്? കണ്ണു കാണാത്തവരല്ലേ മുത്തച്ഛ ആനയെ കാണാൻ പോയത്? തൊട്ടു നോക്കിയാവണം അവർ ആനയെ അറിഞ്ഞത്. ആന ചൂല് പോലെയാണെന്ന് മനസ്സിലാക്കിയാൽ തൊട്ടത് വാലിലായിരിക്കണം, ഉണ്ണിമായ പറഞ്ഞു.
അപ്പൊ ചെവി തൊട്ടയാൾക്ക് ആന മുറം പോലെയാണെന്ന് തോന്നി. ആനന്ദാണ് അത് പറഞ്ഞത്. കാല് തൊട്ടവൻ ആന തൂണാണെന്ന് പറഞ്ഞു. വയറ് തൊട്ടവൻ പാറയാണെന്നും വിചാരിച്ചു കാണും അല്ലേ മുത്തച്ഛ? എല്ലാവരും കൂടി പറഞ്ഞു. കുട്ടികളുടെ മറുപടി കേട്ട് മുത്തച്ഛൻ പുഞ്ചിരി തൂകി. അല്ലേ? കുട്ടികളുടെ മറുപടി കേട്ടിട്ട് മുത്തച്ഛന് ചിരി വന്നു. അല്ലേ? പുഞ്ചിരിച്ചു, മന്ദഹസിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കഥ. എല്ലാ മക്കൾക്കും മനസ്സിലായോ ഇത്? മനസ്സിലായോ അഫ്ലു? ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യണം? എല്ലാ മക്കളും ഇന്നൊരു 3 times എങ്കിലും കുറഞ്ഞത് വായിക്കണം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നല്ല രീതിയിൽ വായിക്കണം കേട്ടോ. ഓക്കെ, അതുപോലെ ചിഹ്നങ്ങളും ചില്ലക്ഷരങ്ങളും നിങ്ങൾക്ക് സൗകര്യമുള്ളത് വെച്ച് ഒരു പേജ് ഒരു ദിവസം എഴുതണം. മനസ്സിലായോ? ഇപ്പം തായാണ് എഴുതുന്നെങ്കിൽ ആ തായ തന്നെ ഒരു പേജ് എഴുതുക. അതെല്ലാവരും എഴുതി കഴിഞ്ഞവർ ചില്ലക്ഷരങ്ങൾ എഴുതുക. 5 വേണമെങ്കിൽ ഇൻ ഇൽ അങ്ങനെ അമ്മമാരോട് മേലെ എഴുതിത്തരാൻ പറയുക. എന്നിട്ട് വരച്ചിട്ട് നല്ല രീതിയിൽ എഴുതുക. ഓക്കെ, അല്ല 3 ഒരു ലൈനിൽ പിടിക്കുന്നില്ലെങ്കിൽ ആ 3 എഴുതി താഴെ ഫുള്ള് ഒരു പേജ് എഴുതുക. ഓക്കെ, അപ്പൊ എല്ലാ മക്കളോടും ബൈ. നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു. ഓക്കെ, ബൈ. വെൽക്കം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? നല്ലപോലെ വായിക്കണം, ടെക്സ്റ്റ് വായിക്കണം, അതുപോലെ ചിഹ്നങ്ങൾ എഴുതി പഠിക്കണം. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴായാലും എഴുതിയിട്ട് സ്ലേറ്റിലോ പഠിക്കണം. ഓക്കെ, ബൈ. സീ യു. Bye. ബൈ. ഓക്കെ. എല്ലാവർക്കും മടുത്തോ മക്കളെ?